എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. വിൽന്യൂസ്, ഫെബ്രുവരി 4, 1935. പ്രത്യേക ആന്തരിക പരിശീലനം, അതായത് ആത്മപരിശോധന, ആത്മത്യാഗം, ആത്മപരിത്യാഗം. 1. എൻ്റെ ബോധ്യങ്ങളുടെ പരിത്യാഗം. ഭൂമിയിൽ ദൈവത്തെ പ്രതിനിധാനം ചെയ്യുന്നവരുടെ ബോധ്യങ്ങൾക്ക് എൻ്റെ ബോധ്യങ്ങളെ വിധേയപ്പെടുത്തുക. 2. എൻ്റെ മനസ്സിൻ്റെ പരിത്യാഗം. എൻ്റെ സന്യാസക്രമത്തിൻ്റെ നിയമങ്ങളിൽ ഉൾക്കൊണ്ടിരിക്കുന്നതും ദൈവത്തെ പ്രതിനിധാനം ചെയ്യുന്നവരുടെ മനസ്സിലൂടെ വെളിപ്പെടുത്തപ്പെടുന്നതുമായ ദൈവത്തിരുമനസ്സ് ചെയ്യുക. 3. എൻ്റെ തീരുമാനങ്ങളുടെ പരിത്യാഗം. പുനഃചിന്തനമോ വിശകലനമോ ന്യായീകരണമോ കൂടാതെ എനിക്കായി ദൈവത്തെ പ്രതിനിധാനം ചെയ്യുന്നവരുടെ എല്ലാ കൽപ്പനകളും ഉടനടി സ്വീകരിക്കുക. 4. എൻ്റെ നാവിൻ്റെ പരിത്യാഗം. ഞാനതിന് ഒരല്പം പോലും സ്വാതന്ത്ര്യം കൊടുക്കുന്നതല്ല. എന്നാൽ ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്ന കാര്യത്തിൽ മാത്രം ഞാനതിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകും. നാവുകൊണ്ട് എൻ്റെ സഹോദരരെ ദ്രോഹിക്കാതിരിക്കാൻ ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോഴെല്ലാം അതിനെ വിശുദ്ധീകരിക്കാനും ശക്തിപ്പെടുത്താനും ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കും. അതുകൊണ്ട് നിശബ്ദതയെ സംബന്ധിച്ചുള്ള നിയമത്തെ ഞാൻ വളരെ ആദരിക്കുന്നു. എൻ്റെ ഈശോയെ, ഈ തീരുമാനങ്ങൾ പാലിക്കാൻ അവിടുത്തെ കൃപ എന്നെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ നിബന്ധനകളെല്ലാം അനുസരണവ്രതത്തിൽ അടങ്ങിയിരിക്കുന്നെങ്കിലും ഇത് സന്യാസ ജീവിതത്തിൻ്റെ അന്തഃസത്ത ആയിരിക്കുന്നതിനാൽ ഇക്കാര്യങ്ങൾ പ്രത്യേകമായി അനുഷ്ഠിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കരുണയുള്ള ഈശോയെ, അങ്ങയെ കൂടുതൽ അറിയാൻ എൻ്റെ മനസ്സിനെ പ്രകാശിപ്പിക്കണമെന്ന് ഞാൻ യാചിക്കുന്നു. ഇല്ലായ്മ തന്നെയായ ഞാൻ എന്നെ തന്നെ കൂടുതൽ അറിയാനും അവിടുത്തെ അനന്തശക്തിയെ മനസ്സിലാക്കാനും ഇടവരുത്തണമേ. വിശുദ്ധ കുമ്പസാരത്തെ സംബന്ധിച്ച് വിശുദ്ധ കുമ്പസാരത്തിൽ നിന്ന് 2 തരത്തിലുള്ള പ്രയോജനം നാം നേടണം. 1. സൗഖ്യം ലഭിക്കാനായി നാം കുമ്പസാരിക്കുന്നു. 2. പരിശീലനത്തിനായി നാം വരുന്നു. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നമ്മുടെ ആത്മാവിന് നിരന്തര പരിശീലനം ആവശ്യമാണ്. എൻ്റെ ഈശോയെ, ഈ വാക്കുകളുടെ വ്യാപ്തി ഞാൻ മനസ്സിലാക്കുന്നു. സ്വന്തം കഴിവുകൊണ്ട് ഒരാത്മാവിന് അധികം മുന്നേറാൻ സാധ്യമല്ലെന്നുള്ള കാര്യം എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ പഠിച്ചു. അത് വളരെ അധ്വാനിക്കുമെങ്കിലും ദൈവമഹത്വത്തിനായി ഒന്നും ചെയ്യുകയില്ല. തുടർച്ചയായി അതിന് തെറ്റുപറ്റുന്നു. എന്തെന്നാൽ നമ്മുടെ മനസ്സ് അന്ധകാരവൃതമാണ്. അതിൻ്റെ കാര്യങ്ങളെ തന്നെ വിവേചിക്കേണ്ടതെങ്ങനെയെന്ന് അതിനറിഞ്ഞുകൂടാ. ഞാൻ 2 കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കും. ആദ്യമായി കുമ്പസാരിക്കുമ്പോൾ എന്നെ ഏറ്റവും എളിമപ്പെടുത്തുന്നവ ഞാൻ കണ്ടെത്തും. നിസ്സാരമായ ഒരു കാര്യമാണെങ്കിലും അതെനിക്ക് വലിയ വിഷമം തരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാനത് പറയും. രണ്ടാമതായി, കുമ്പസാര സമയത്ത് മാത്രമല്ല, എല്ലാ ആത്മപരിശോധനയുടെ സമയത്തും ഞാൻ അനുതപിക്കും. ഉത്തമ മനസ്താപം എന്നിലുളവാകാൻ ഞാൻ പരിശ്രമിക്കും. പ്രത്യേകിച്ച് ഉറങ്ങാൻ പോകുമ്പോൾ ഒരു വാക്കുകൂടി. പൂർണ്ണതയിലേക്ക് വളരാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരാത്മാവ് തൻ്റെ ആത്മീയ നേതാവ് നൽകുന്ന ഉപദേശം കർശനമായി പാലിക്കണം. എത്രമാത്രം വിധേയത്വമുണ്ടോ അത്രമാത്രം വിശുദ്ധി പ്രാപിക്കാൻ പറ്റും. ഒരിക്കൽ എൻ്റെ ആത്മീയ പിതാവുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവ് വളരെ സഹിക്കുന്നതായുള്ള ഒരു ആത്മീയ ദർശനം മിഞ്ഞായം പോലെ എനിക്ക് ലഭിച്ചു. ഇപ്രകാരമുള്ള തീവ്ര സഹനം വളരെ കുറച്ച് ആത്മാക്കൾക്ക് മാത്രമേ ദൈവം അനുവദിക്കുകയുള്ളൂ. ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു ആ സഹനം. ദൈവം വളരെ ആഗ്രഹിക്കുന്ന ഈ പ്രവർത്തനം തീർത്തും നിലച്ചു പോകുന്ന ഒരവസ്ഥ വരും. പിന്നീട് ദൈവം വളരെ ശക്തമായി പ്രവർത്തിക്കും. അത് ഇതിൻ്റെ വിശ്വസനീയതയെ വെളിപ്പെടുത്തും. വളരെ കാലം നിർജീവമായിരുന്നെങ്കിലും അത് സഭയ്ക്കൊരു പുതിയ ചൈതന്യം നൽകും. ദൈവം അനന്തമായ കരുണയുള്ളവനാണെന്ന് ആർക്കും നിഷേധിക്കുവാൻ സാധ്യമല്ല. വിധിയാളനായി അവിടുന്ന് വീണ്ടും വരുന്നതിന് മുമ്പ് ഇത് എല്ലാവരും അറിയണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. ആത്മാക്കൾ ആദ്യം കരുണയുടെ രാജാവായി അവിടുത്തെ അറിയണമെന്നതാണ് അവിടുത്തെ ആഗ്രഹം. ഈ വിജയം കൈവരിക്കുമ്പോൾ നമ്മളെല്ലാം സഹനമില്ലാത്ത ഒരു പുതിയ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടാകും. എന്നാൽ അതിനു മുമ്പായി തൻ്റെ പ്രയത്നങ്ങളെല്ലാം നശിപ്പിക്കപ്പെട്ടത് കണ്ടത് മൂലമുള്ള ദുഃഖത്തിൽ നിന്റെ ആത്മീയ പിതാവിൻ്റെ ആത്മാവ് കഠിനമായി വേദനിക്കേണ്ടി വരും. എങ്കിലും ഇത് ഇപ്രകാരം കാണപ്പെടുന്നു എന്നേയുള്ളൂ. എന്തെന്നാൽ ദൈവം ഒരിക്കൽ തീരുമാനിച്ചത് അവിടുന്ന് മാറ്റം വരുത്തുന്നില്ല. എന്നാൽ ഈ നാശം പുറമേ മാത്രമാണെങ്കിലും സഹനം യഥാർത്ഥമായിരിക്കും. എപ്പോൾ ഇത് സംഭവിക്കും എനിക്കത് അറിഞ്ഞുകൂടാ.
എത്ര നാൾ അത് നിലനിൽക്കും അതും എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ പ്രത്യേകിച്ച് നിനക്കും നിന്റെ അനന്തമായ കരുണയെ പ്രഘോഷിക്കുന്നവർക്കും ദൈവം ഒരു വലിയ കൃപ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അവരുടെ മരണസമയത്ത് എൻ്റെ തന്നെ മഹത്വമായി ഞാൻ തന്നെ അവരെ സംരക്ഷിക്കും. രാവുപോലെ ആ ആത്മാവിൻ്റെ പാപങ്ങൾ ഇരുണ്ടതാണെങ്കിലും ആ പാപി എൻ്റെ കരുണയിൽ ആശ്രയിച്ചാൽ അവൻ എനിക്ക് ഏറ്റവും വലിയ സ്തുതി അർപ്പിക്കുകയും എൻ്റെ പീഡാസഹനത്തിൻ്റെ മഹത്വമാവുകയും ചെയ്യുന്നു. ഒരാത്മാവ് എൻ്റെ നന്മയെ പ്രകീർത്തിക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ സാത്താൻ ഭയന്നു വിറയ്ക്കുകയും നരകത്തിൻ്റെ അടിത്തട്ടിലേക്ക് പ്രയാണം ചെയ്യുകയും ചെയ്യുന്നു. ഒരു ആരാധനയുടെ സമയത്ത് ഈശോ എന്നോട് വാഗ്ദാനം ചെയ്തു, എൻ്റെ കരുണയിൽ ആശ്രയിക്കുന്ന ആത്മാക്കളോടും എൻ്റെ അളവറ്റ കരുണയെപ്പറ്റി മറ്റുള്ളവരോട് പ്രഘോഷിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നവരോടും അവരുടെ മരണസമയത്ത് വലിയ കരുണയോടെ ഞാൻ വർത്തിക്കും. ഈശോ പറഞ്ഞു, തിരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കൾ പോലും എൻ്റെ കരുണയുടെ മഹത്വം മനസ്സിലാക്കാത്തതിനാൽ എൻ്റെ ഹൃദയം ദുഃഖപൂരിതമാണ്. എന്നോടുള്ള അവരുടെ പെരുമാറ്റം പല പ്രകാരത്തിൽ അവിശ്വാസത്താൽ നിറഞ്ഞിരിക്കുന്നു. അത് എൻ്റെ ഹൃദയത്തെ എത്രമാത്രം വേദനിപ്പിക്കുന്നു. എൻ്റെ പീഡാസഹനത്തെ ഓർക്കുക. എൻ്റെ വാക്കുകൾ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിലും കുറഞ്ഞ പക്ഷം എൻ്റെ മുറിവുകളെയെങ്കിലും വിശ്വസിക്കുക. എൻ്റെ സ്വന്തം ഇഷ്ടമനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുകയോ ആംഗ്യം കാണിക്കുകയോ ചെയ്യുന്നില്ല. എന്തെന്നാൽ ഞാൻ കൃപയാൽ ബന്ധിതയാണ്. ഈശോയ്ക്ക് എന്താണ് കൂടുതൽ പ്രീതികരമെന്ന് ഞാൻ എപ്പോഴും ആരായുന്നു. ഒരിക്കൽ അനുസരണത്തെപ്പറ്റി ധ്യാനിക്കുമ്പോൾ ഞാൻ ഈ വാക്കുകൾ കേട്ടു. ഈ ധ്യാനത്തിൽ വൈദികൻ പ്രത്യേകിച്ച് നിനക്കു വേണ്ടിയാണ് സംസാരിക്കുന്നത്. അവൻ്റെ അധരങ്ങൾ ഞാൻ കടം മേടിച്ചിരിക്കുന്നു എന്ന് നീ അറിയുക. എല്ലാ ധ്യാനങ്ങളിലും എന്ന പോലെ വളരെ ശ്രദ്ധയോടെ എല്ലാം കേട്ട് മനസ്സിലാക്കാനും ഹൃദയത്തിലെല്ലാം പ്രാബല്യത്തിൽ വരുത്താനും ഞാൻ ശ്രമിച്ചു. അനുസരണമുള്ള ഒരാത്മാവ് ദൈവശക്തിയാൽ നിറഞ്ഞിരിക്കും എന്ന് വൈദികൻ പറഞ്ഞപ്പോൾ, അതെ, നീ അനുസരിക്കുമ്പോൾ ഞാൻ നിന്റെ ബലഹീനത എടുത്തു മാറ്റി എൻ്റെ ശക്തി നിക്ഷേപിക്കുന്നു. ഞാനുമായി ഈ വച്ചുമാറ്റം നടത്താൻ ആത്മാക്കൾ ആഗ്രഹിക്കാത്തതിൽ ഞാൻ വിസ്മയിക്കുന്നു. ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഈശോയെ, എൻ്റെ ഹൃദയത്തെ പ്രകാശിപ്പിക്കണമേ, അല്ലെങ്കിൽ ഞാനും ഈ വാക്കുകളിൽ നിന്ന് അധികമൊന്നും മനസ്സിലാക്കുകയില്ല. ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, പിന്നെയോ വളരെയധികം ആത്മാക്കൾക്ക് വേണ്ടിയാണെന്ന് ഞാൻ അറിയുന്നു. എനിക്ക് ലഭിച്ച കൃപകൾ എനിക്ക് വേണ്ടി മാത്രമല്ല, പിന്നെയോ മറ്റാത്മാക്കൾക്ക് വേണ്ടി കൂടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓ ഈശോയെ, അങ്ങയുടെ കരുണയുടെ ആഴം ദുരിതങ്ങളുടെ ഗർത്തം തന്നെയായ എൻ്റെ ആത്മാവിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഈശോയെ, എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും അങ്ങ് എനിക്ക് നൽകുന്ന കൃപകൾക്കായും അങ്ങയുടെ കുരിശിൻ്റെ പങ്കിനായും ഞാൻ നന്ദി പറയുന്നു. ധ്യാനത്തിൻ്റെ ആരംഭത്തിൽ ചാപ്പലിൻ്റെ മുകൾ പരപ്പിൽ ക്രൂശിതനായ ഈശോയെ ഞാൻ കണ്ടു. വളരെ സ്നേഹത്തോടെ അവിടുന്ന് സിസ്റ്റേഴ്സിനെ നോക്കിക്കൊണ്ടിരുന്നു. എങ്കിലും എല്ലാവരെയുമല്ല. 3 സിസ്റ്റേഴ്സിൻ്റെ നേരെ വളരെ ഗൗരവത്തോടെ ഈശോ നോക്കി. കാരണം എനിക്ക് മനസ്സിലായില്ല. അത്തരത്തിലുള്ള നോട്ടത്തെ അഭിമുഖീകരിക്കുക എത്ര ഭീതിജനകമാണെന്ന് മാത്രം എനിക്കറിയാം. അതൊരു കർശനമായ വിധിയാളൻ്റെ നോട്ടമായിരുന്നു. ആ നോട്ടം എൻ്റെ നേരെ ആയിരുന്നില്ലെങ്കിലും ഞാൻ ഭയം കൊണ്ട് തളർന്നു പോയി. ഈ വാക്കുകൾ എഴുതുമ്പോഴും ഞാൻ ഭയന്ന് വിറച്ചു പോകുന്നു. ഈശോയോട് ഒരു വാക്ക് ഉച്ചരിക്കാൻ പോലും ഞാൻ ധൈര്യപ്പെട്ടില്ല. എൻ്റെ ശാരീരിക ബലം നഷ്ടപ്പെട്ടു. ആ ക്ലാസ്സിൻ്റെ അവസാനം വരെ ജീവിച്ചിരിക്കുകയില്ലെന്ന് ഞാൻ വിചാരിച്ചു. പിറ്റേ ദിവസവും ഞാൻ ഇത് തന്നെ വീണ്ടും കണ്ടു. ആദ്യ തവണ കണ്ട പ്രകാരം തന്നെ. എന്നാൽ ഇപ്രാവശ്യം ഇപ്രകാരം പറയുവാൻ ഞാൻ ധൈര്യപ്പെട്ടു. ഈശോയെ, അവിടുത്തെ കരുണ എത്ര വലുതാണ്! 3-ാം ദിവസം 3 സിസ്റ്റേഴ്സിനെ ഒഴിച്ച് മറ്റ് സിസ്റ്റേഴ്സിൻ്റെ മേൽ വലിയ കരുണയുടെ കടാക്ഷം പതിക്കുന്നത് വീണ്ടും ആവർത്തിച്ചു. ഞാൻ പരസ്നേഹത്തിൽ നിന്ന് ലഭിച്ച ശക്തിയാൽ ധൈര്യം സംഭരിച്ച് കർത്താവിനോട് പറഞ്ഞു, അങ്ങ് തന്നെ എന്നോട് പറഞ്ഞതനുസരിച്ച് അങ്ങ് കരുണ തന്നെയാണല്ലോ. അവിടുത്തെ കരുണയുടെ ശക്തിയാൽ ഈ 3 സിസ്റ്റേഴ്സിനെയും കൂടി കരുണയോടെ നോക്കണമെന്ന് ഞാൻ യാചിക്കുന്നു. ഇത് അങ്ങയുടെ ജ്ഞാനത്തിന് യോജിച്ചതല്ലെങ്കിൽ ഞാൻ അങ്ങയോട് ഈ വച്ചുമാറ്റത്തിന് അപേക്ഷിക്കുന്നു. എൻ്റെ ആത്മാവിന് വേണ്ടിയുള്ള അങ്ങയുടെ അനുകമ്പാർദ്രമായ നോട്ടം അവരിലേക്കും അവരുടെ നേരെയുള്ള കർക്കശമായ നോട്ടം എൻ്റെ നേരെയും തിരിക്കണമേ. അപ്പോൾ ഈശോ എന്നോട് ഇപ്രകാരം പറഞ്ഞു,
എൻ്റെ മകളെ, നിന്റെ ആത്മാർത്ഥവും ഉദാരവുമായ സ്നേഹത്തെ പ്രതി അവർ എന്നോട് ചോദിക്കുന്നില്ലെങ്കിലും ഞാൻ അവർക്ക് വളരെ കൃപകൾ നൽകുന്നു. എന്നാൽ നിന്നോട് ചെയ്ത വാഗ്ദാനം മൂലമാണ് ഞാൻ ഇപ്രകാരം ചെയ്യുന്നത്. ആ സമയത്ത് ആ 3 സിസ്റ്റേഴ്സിൻ്റെ നേരെയും അവിടുത്തെ കരുണാർദ്ര നോട്ടം പതിഞ്ഞു. ദൈവത്തിൻ്റെ നന്മ കണ്ട് എൻ്റെ ഹൃദയം ആനന്ദത്താൽ പുളകിതമായി. 9 മണി മുതൽ 10 മണി വരെ ആരാധനയ്ക്കായി ഞാൻ ഇരുന്നപ്പോൾ വേറെ 4 സിസ്റ്റേഴ്സ് കൂടി ആരാധിക്കാനിരുന്നു. ഞാൻ അൾത്താരയെ സമീപിച്ച് കർത്താവീശോയുടെ പീഡാസഹനത്തെ ധ്യാനിക്കാൻ ആരംഭിച്ചപ്പോൾ ലോകത്തിൽ ജീവിക്കുന്ന ആത്മാക്കളുടെ നന്ദിയില്ലായ്മ മൂലം എൻ്റെ ആത്മാവ് പെട്ടെന്ന് വലിയ വേദന അനുഭവിച്ചു. എന്നാൽ ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത ആത്മാക്കളുടെ നന്ദിയില്ലായ്മയാണ് കൂടുതലായി എന്നെ വേദനിപ്പിച്ചത്. അത് വർണ്ണിക്കാൻ ഒരു താരതമ്യമോ സങ്കല്പമോ ഇല്ല. ഈ കടുത്ത നന്ദിയില്ലായ്മയുടെ ദർശനത്താൽ എൻ്റെ ഹൃദയം കുത്തിപ്പിളർക്കപ്പെടുന്നത് പോലെ തോന്നി. എൻ്റെ ശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ഞാൻ മുഖം പൊത്തി വീണ് വാവിട്ട് കരഞ്ഞു. ഓരോ പ്രാവശ്യവും ദൈവത്തിൻ്റെ വലിയ കരുണയെക്കുറിച്ചും ആത്മാക്കളുടെ നന്ദിയില്ലായ്മയെക്കുറിച്ചും ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയം വേദനയാൽ കുത്തിപ്പിളർക്കപ്പെടുന്നു. ഈശോയുടെ മാധുര്യമേറുന്ന ഹൃദയം വേദനയാൽ എത്രമാത്രം മുറിവേൽക്കപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായി. ഹൃദയമുരുകി പാപികൾക്ക് വേണ്ടി എൻ്റെ ആത്മബലിയെ ഞാൻ വീണ്ടും സമർപ്പിച്ചു. വിശുദ്ധ ബലിയിൽ എല്ലാ ദിവസവും എനിക്ക് ലഭിക്കുന്ന കയ്പുനീരിൻ്റെ കാസ സന്തോഷത്തോടും ആഗ്രഹത്തോടും കൂടി എൻ്റെ അധരങ്ങളോട് ചേർത്ത് വെച്ചു. അതോരോ നിമിഷവും ഈശോ എനിക്ക് വേണ്ടി മാറ്റിവെച്ച പങ്കായിരുന്നു. അത് ഞാൻ മറ്റാർക്കും വിട്ടുകൊടുക്കുകയില്ല. ഏറ്റവും മാധുര്യമുള്ള ദിവ്യകാരുണ്യ ഹൃദയത്തെ നിരന്തരം ഞാൻ ആശ്വസിപ്പിക്കുകയും എൻ്റെ ഹൃദയതന്ത്രികളിൽ ഇമ്പമുള്ള ഗാനങ്ങൾ മീട്ടുകയും ചെയ്യും. സഹനമാണ് എല്ലാറ്റിലും ഏറ്റവും ശ്രുതിമധുരമായ സംഗീതം. ഇന്ന് അങ്ങേ ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്ന കാര്യങ്ങൾ ഞാൻ ജാഗ്രതയോടെ അന്വേഷിച്ച് കണ്ടെത്തും. എൻ്റെ ആയുസ്സിൻ്റെ ദിനങ്ങൾ വിരസമായതല്ല. കാർമേഘങ്ങൾ സൂര്യനെ മറയ്ക്കുമ്പോൾ തിരമാലകളെ ധൈര്യപൂർവ്വം നേരിടുന്ന കഴുകനെ പോലെ സൂര്യൻ അണഞ്ഞു പോകുകയില്ലെന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ ഞാൻ ശ്രമിക്കും. ഭൂമി ദൈവത്തിൻ്റെ നന്മയെ സംശയിക്കാതിരിക്കാൻ സ്വർഗത്തിൻ്റെ മറ മാറ്റി കാണിക്കാൻ ദൈവം എന്നെ അനുവദിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം മാറ്റങ്ങൾക്കോ ഏറ്റക്കുറച്ചിലുകൾക്കോ അധീനനല്ല. അവിടുന്ന് എന്നേക്കും ഒരേ ആൾ തന്നെ. ഒന്നിനും അവിടുത്തെ തീരുമാനത്തെ നിഷേധിക്കാൻ സാധ്യമല്ല. മാനുഷികമായ ശക്തിയേക്കാൾ ശക്തിയേറിയ ഒരു ശക്തി എന്നിൽ അനുഭവിക്കുന്നു. എന്നിൽ കുടികൊള്ളുന്ന കൃപയാൽ ശക്തിയും ബലവും എനിക്ക് ലഭിക്കുന്നു. പ്രത്യാശയില്ലാതെ വിഷമിക്കുന്ന ആത്മാക്കളെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തെന്നാൽ ഞാനും ഈ അഗ്നിയിലൂടെ കടന്നു പോയിട്ടുള്ളതാണ്. എന്നാൽ നമ്മുടെ ശക്തിക്ക് അതീതമായതൊന്നും ദൈവം നമുക്ക് തരികയില്ല. പലപ്പോഴും പ്രത്യാശയ്ക്ക് വകയില്ലെങ്കിലും പ്രത്യാശയോടെ ഞാൻ ജീവിച്ചിട്ടുണ്ട്. ദൈവത്തിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് എൻ്റെ പ്രത്യാശയിൽ മുന്നേറിയിട്ടുണ്ട്. അനാദികാലത്തിലെ അവിടുന്ന് തീരുമാനിച്ചത് എന്നിൽ നിറവേറട്ടെ. പൊതുവായ ഒരു നിയമം: സഹനങ്ങളിൽ നിന്ന് വിടുതൽ അന്വേഷിക്കുക എന്നത് ഒരു സന്യാസിനിയെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമായ കാര്യമാണ്. ഏറ്റവും വലിയ കുറ്റവാളിയിൽ പോലും കൃപയും ധ്യാനവും എപ്രകാരം പ്രവർത്തിച്ചു എന്ന് കാണുക. മരണാസന്നന് എത്രമാത്രം സ്നേഹമുണ്ട്. അങ്ങ് പറുദീസായിലായിരിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. ഹൃദയപൂർവകമായ അനുതാപം ആത്മാവിനെ ഉടനെ തന്നെ രൂപാന്തരപ്പെടുത്തുന്നു. തീഷ്ണതയോടും ആത്മാർത്ഥതയോടും കൂടി ആത്മീയ ജീവിതം നയിക്കണം. സ്നേഹം പരസ്പര പൂരകമായിരിക്കണം. ഈശോ എനിക്ക് വേണ്ടി കയ്പുനീര് മുഴുവനും കുടിച്ചെങ്കിൽ അവിടുത്തെ മണവാട്ടിയായി ഞാൻ അവിടുത്തോടുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായി എല്ലാ കയ്പും സ്വീകരിക്കും. ക്ഷമിക്കുവാൻ തയ്യാറുള്ളവൻ ദൈവത്തിൽ നിന്ന് വളരെ കൃപകൾ പ്രാപിക്കുന്നു. കുരിശിലേക്ക് നോക്കുമ്പോഴെല്ലാം ഞാൻ ഹൃദയപൂർവ്വം ക്ഷമിക്കും. വിശുദ്ധ ജ്ഞാനസ്നാനം വഴി നാം മറ്റാത്മാക്കളുമായി കൂട്ടായ്മയിലായിരിക്കുന്നു. മരണം സ്നേഹബന്ധങ്ങളെ ദൃഢപ്പെടുത്തുന്നു. മറ്റുള്ളവർക്ക് ഞാൻ എപ്പോഴും സഹായമായിരിക്കണം. ഒരു നല്ല സന്യാസിനിയാണെങ്കിൽ ഞാൻ ആ സഭയ്ക്ക് മാത്രമല്ല മുഴുവൻ രാജ്യത്തിനു തന്നെ ഉപകാരിയായിരിക്കും. കർത്താവായ ദൈവം 2 വിധത്തിൽ തൻ്റെ കൃപകൾ വർഷിക്കുന്നു: പ്രചോദനങ്ങളിലൂടെയും ജ്ഞാനോദയങ്ങളിലൂടെയും
നാം കൃപയ്ക്കായി ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ അവിടുന്ന് അത് നമുക്ക് നൽകും. എന്നാൽ അത് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം. അത് സ്വീകരിക്കണമെങ്കിൽ സ്വയം പരിത്യജിക്കൽ ആവശ്യമാണ്. സ്നേഹം വാക്കുകളിലോ വികാരങ്ങളിലോ അല്ല, പ്രവൃത്തികളിലാണ് പ്രകടമാകുന്നത്. അത് മനസ്സിൻ്റെ ഒരു പ്രവൃത്തിയാണ്, ദാനമാണ്. അതായത് ഒരു കൊടുക്കൽ. ബുദ്ധി, മനസ്സ്, ഹൃദയം, ഈ 3 കഴിവുകളെയും പ്രാർത്ഥനാ സമയത്ത് ഉപയോഗിക്കണം. ഞാൻ ഈശോയിൽ ഉയർത്തെഴുന്നേൽക്കും. എന്നാൽ ആദ്യം ഞാൻ ഈശോയിൽ ജീവിക്കണം. കുരിശിൽ നിന്ന് എന്നെ ഞാൻ വേർപെടുത്തുന്നില്ലെങ്കിൽ സുവിശേഷം എന്നിൽ വെളിപ്പെടും. എന്നിലുള്ള ഈശോ എൻ്റെ എല്ലാ കുറവുകളും നികത്തുന്നു. അവിടുത്തെ കൃപ നിരന്തരം എന്നിൽ പ്രവർത്തിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാൽ പരിശുദ്ധ ത്രിത്വം സമർത്ഥമായി തൻ്റെ ജീവൻ എന്നിൽ വർഷിക്കുന്നു. പരിശുദ്ധ ത്രിത്വത്തിലെ 3 പേരും എന്നിൽ വസിക്കുന്നു. ദൈവം സ്നേഹിക്കുമ്പോൾ തൻ്റെ ഉണ്മയുടെ സർവശക്തിയാൽ സ്നേഹിക്കുന്നു. ദൈവം എന്നെ ഇപ്രകാരം സ്നേഹിക്കുന്നെങ്കിൽ അവിടുത്തെ മണവാട്ടിയായ ഞാൻ എപ്രകാരം പ്രത്യുത്തരിക്കണം?